സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് ഇടക്കാല ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സിദ്ദീഖിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് തന്നെ പറയാം. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളി സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകനെ വെച്ച് കാര്യങ്ങൾ ഹർജി നൽകി വാദിച്ചു. അതിലാണ് ഇപ്പോൾ തീരുമാനം വരുന്നത്. നമ്മുടെ അതിഥികൾ കൂടി ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വറും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ്, റജി ലോക്കോസ് ഇടത് സഹയാത്രികൻ എന്നിവരാണ്. ശ്രീ രാഹുൽ ഈശ്വർ, സിദ്ദീഖിനെ സംബന്ധിച്ചോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം പക്ഷേ രണ്ടാഴ്ചത്തെ ഒരു സമയം കൂടി, രണ്ടാഴ്ചത്തേക്കൊരു ഇന്ററിം പ്രൊട്ടക്ഷൻ തീർച്ചയായും അറസ്റ്റിൽ നിന്നും ലഭിക്കുകയാണ്. ആശ്വാസം എങ്ങനെയാണ് കാണുന്നത്? ശ്രീ സിദ്ദീഖിനെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ മനുഷ്യരെയും എല്ലാ പുരുഷന്മാരെയും സംബന്ധിച്ച് ഇതൊരു ആശ്വാസവും നന്മയുമാണ്. ആലോചിച്ച് നോക്കുക, ഇന്ന് ബാലേന്ദ്രമേനോനെതിരെ അതേ വ്യാജ ആരോപണങ്ങളുമായി ഇതേ സ്ത്രീ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ചുമ്മാ ഓരോരുത്തരുടെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നാൽ ഈ നാട്ടിൽ ഇതിന്റെ അവസാനം വേണ്ടേ? ശ്രീ സിദ്ദീഖിന്റെ പോരാട്ടത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇടക്കാല ആശ്വാസമാണെങ്കിലും തന്റെ വാദം അതിശക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. സംസ്ഥാന സർക്കാരും അതിജീവിതയും അടക്കം ബൃന്ദാ ഗൗറോ അടക്കം എനിക്കൊക്കെ പരിചയമുള്ള വളരെ മുതിർന്ന ഫെമിനിസ്റ്റ് അഭിഭാഷകയാണ് വെച്ചത്. പക്ഷേ ഇത് ശ്രീ സിദ്ദീഖിന്റെ വിജയമാണ്, ഓരോ പുരുഷന്റെയും വിജയമാണ്, നീതി ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും വിജയമാണ്. ആൾക്കാരെ കരിവാരത്തേക്കാൻ ഉള്ള ചില ആൾക്കാരുടെ നീക്കങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ്. ഇനിയെങ്കിലും ഈ വ്യാജ അതിജീവിതമാർ, നല്ല ആൾക്കാരല്ല, വ്യാജ അതിജീവിതമാർ വ്യാജ പരാതികളുമായി വരുമ്പോൾ ഓർക്കണം, എന്നെങ്കിലും ഇതിന് തിരിച്ചടിയും കാര്യങ്ങളും ഉണ്ടാകും. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്, അത് പെർമനന്റ് ആകട്ടെ എന്ന് ആലോചിക്കുന്നു. ഒറ്റ വരി കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. എത്ര തവണ മൊഴി മാറ്റി, ആദ്യം നിള തിയേറ്ററിൽ സെക്ഷൽ ഫേവർ ചോദിച്ചു, വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് പിന്നീട് മസ്കറ്റ് ഹോട്ടലിലെ റേപ്പ് എങ്ങനെയായി മാറി? ശ്രീ പ്രജീഷ് അടക്കമുള്ളവരല്ലേ ചോദിക്കേണ്ടത്? ഈ സോക്കോൾഡ് പരാതിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് പിന്നെ റേപ്പായി മാറുകയുണ്ടായി. ആരാ പറയുന്നത്? ചൈനയിൽ നിന്ന് അശ്ലീല വീഡിയോ ഉണ്ടാക്കിയതിന് പുറത്തായ വ്യക്തി. ചൈന മഹാരാജ്യം അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും മോശമായ രീതിയിൽ ആൺകുട്ടികളോടടക്കം പെരുമാറുകയും ചെയ്യുന്നതിന് പുറത്താക്കിയ വ്യക്തിയെ ആണ് പല ആൾക്കാരും ഇവിടെ അതിജീവിതാന്ന ഓമന പേരിൽ വിളിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നത്. ബാക്കി 14 പേർക്കെതിരെ പരാതി കൊടുത്തു. ഒരാൾ ഇങ്ങനെ വെറുതെ പരാതി കൺട്രോൾ മെറിറ്റിലേക്കല്ല കോടതി കടന്നിരിക്കുന്നത്, ഇന്ററിം പ്രൊട്ടക്ഷൻ മാത്രമാണ് എന്ന് കൂടി നമ്മൾ മുന്നിൽ വെക്കണം. അപ്പോൾ നമുക്ക് അഡമൻ സ്റ്റാൻഡ് എടുത്തൊരു ഇതിലേക്ക് പോകേണ്ടതില്ല. കാരണം സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം ഇന്ന് വളരെ തുച്ഛമായ സമയമാണ്. കാരണം 62ാമത്തെ കേസായി ലിസ്റ്റ് ചെയ്യുന്ന വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം കൃത്യമായി അവർക്ക് അവതരിപ്പിക്കാൻ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു എന്താ പറയാ, ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലല്ല, നമുക്കറിയാമല്ലോ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ളതിന്റെ പരിധിയിൽ നിന്നുള്ള സംസാരം മതിയെന്ന് തോന്നുന്നു. ദിലീപിനെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയോ? ഇവിടെയാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രഷറിലാണ് സ്റ്റേറ്റ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. പോലീസുകാർ സിദ്ദീഖിനെതിരെ തെളിവുകൾ കണ്ടെത്തിയോ? ഈ പെൺകുട്ടി എവിടെ പോയ രേഖ കണ്ടെത്തിയോ? ഈ പെൺകുട്ടി സിദ്ദീഖ് റേപ്പ് ചെയ്തു പോലീസുകാർ കണ്ടെത്തിയോ? പക്ഷേ മാധ്യമങ്ങളുടെ നിലപാട്, നാട്ടുകാരുടെ സമ്മർദ്ദം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട നാട്ടുകാരുടെ സമ്മർദ്ദമാണ് പോലീസ് പലപ്പോഴും നിലപാടെടുക്കുന്നത്. നാളെ ഇത് ബാലേന്ദ്രൻ കാര്യം, ബാലേന്ദ്രൻ റേപ്പായി, സെക്ഷൽ ഒഫൻസായി. ആലോചിച്ച് നോക്കുക, ആരും നമ്മുടെ ഉമ്മൻചാണ്ടി വർഷം ഇങ്ങനെ വേട്ടയാടില്ലേ? ഒറ്റ ചോദ്യം ചോദിച്ചു നിർത്താം. എന്നിട്ട് സരിതയ്ക്കെതിരെ എന്തെങ്കിലും പരാതി വന്നോ? ഒരു മുഖ്യമന്ത്രിയുടെ വ്യാജ പരാതികൾ കൊണ്ട് വേട്ടയാടി വ്യാജ പരാതി കോടതി കൽപ്പിച്ചു. സരിതയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ വന്നോ? നാളെ പ്രതീക്ഷനെതിരെ വരില്ലേ? എനിക്കെതിരെ വരില്ലേ? ജോസഫ് സാറിനെതിരെ വരില്ലേ? വേറെ നമ്മളെ സപ്പോർട്ട് പാടില്ല. ഇവർക്കൊക്കെ കുറച്ച് കാശും സ്വാധീനമുള്ള പോരാടി കഴിയുന്നു. നാളെ പ്രതീക്ഷ രാഹുലിനൊക്കെയാണ് നമ്മുടെ കയ്യിൽ നടക്കും. നമ്മുടെ പരാതികളിൽ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് ആൾക്കാരെ കരിവാരിച്ച് വേട്ടയാടുന്ന മനോഭാവം അവസാനിക്കണം. അതിനൊരു അവസാനത്തിന്റെ തുടക്കം കൂടിയാകട്ടെ. ശരി, ഏതായാലും രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചോളം സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജോർജ് ജോസഫ്, അതായത് രാഹുൽ ഈശ്വരെ പറഞ്ഞു കേട്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഇതിനെ കാലതാമസം എടുത്ത് ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം 8 വർഷം എന്നുള്ളത്, ഒപ്പം 2 ആഴ്ചത്തെ ഒരു പ്രൊട്ടക്ഷനാണ് സിദ്ദീഖിനെ സംബന്ധിച്ചോളം ലഭ്യമാകുന്നത്. സിദ്ദീഖിനെ സംബന്ധിച്ചോളം ഒരു വലിയ ആശ്വാസമാണ്. അതേസമയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം അത് പറയാൻ കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിൻ്റെയൊക്കെ സമയക്രമമുണ്ട്. അവിടെയൊക്കെ ഒളിച്ചു കളിക്കുകയായിരുന്നു ഈ അന്വേഷണ സംഘം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിധി എങ്ങനെയാണ് സസൂക്ഷ്മം വിലയിരുത്തുന്നത് ശ്രീ ജോർജ് ജോസഫ്? അല്ല, സുപ്രീം കോടതി അറസ്റ്റ് ഏതായാലും 2 ആഴ്ചത്തേന് തടഞ്ഞിരിക്കുന്നു. അത് സുപ്രീം കോടതി ഇതിനകത്ത് ഡീപ്പായിട്ടൊന്നും സഞ്ചരിച്ചിട്ടില്ല, അതിനുള്ള ടൈം കിട്ടില്ല. 62 or 63ാമത്തെ ഐറ്റമായിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതായാലും ഒരു ആശ്വാസം തന്നെയാണ് ഇത് സിദ്ദീഖിന്. കാരണം 2 ആഴ്ചത്തേന് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. വേണമെങ്കിൽ നോട്ടീസ് കൊടുത്താൽ ചോദ്യം ചെയ്യാം.
അതേ സമയത്ത് ഈ 2 ആഴ്ച കഴിഞ്ഞ ഉടനെ ഈ സുപ്രീം കോടതി ഇത് നോക്കാനുള്ള സമയം ലഭിക്കുമോ ഇല്ലയോ എന്ന് സംശയമാണ് എനിക്ക്. കാരണം ഈ പൂജ അവധി ഇങ്ങനെ അവധികൾ വരുന്നുണ്ട്. അതിനുശേഷം ഇത് വിശദമായ വാദം കേൾക്കണം. കാരണം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ജാമ്യത്തിന് പല കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ പലരും ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പൊതുവായ ഒരു മാർഗനിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസിനൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ഒരു 2016 സംഭവം, ഏകദേശം 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ ഡിലേയുടെ കാരണം എന്താണെന്നൊക്കെ സുപ്രീം കോടതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇതിനകത്ത് ഒരു പോലീസ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിധി വരുള്ളൂ. പക്ഷേ ഇവിടെ 5-6 വർഷം ഇത് ഈ ഹേമ കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ടുകളെല്ലാം പതുക്കി വെച്ചു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കോടതി ഇനിയിപ്പോൾ അത് സുപ്രീം കോടതി പരിശോധിക്കും. അവിടെയാണ് ശ്രീ ജോർജ് ജോസഫ്, കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് മുൻപാകെ മൊഴി നൽകിയ ഒരുപാട് പേരുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സുപ്രീം കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട് അത് എത്രത്തോളം സ്വാധീനിച്ചേക്കാം? കാരണം 2 ആഴ്ചത്തെ സമയമാണെങ്കിലും അതിൽ വ്യക്തത വരുത്തേണ്ടതും അല്ലെങ്കിൽ അതിന്റെ സത്യവാങ്മൂലം അടക്കം സംസ്ഥാന സർക്കാരിനടക്കം നിലപാട് അറിയിക്കാനുള്ള സമയമുണ്ടെങ്കിലും പ്രഥമ ദൃഷ്ട്യാ ഇങ്ങനൊരു തീരുമാനം ഈ ഇത്തരം കേസുകളിൽ സുപ്രീം കോടതി എടുക്കുമ്പോൾ അതിന്റെ വിശാലത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള കേസുകളുണ്ട്. സുപ്രീം കോടതി ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ഡിലേ, എന്തുകൊണ്ടാണ് ഈ ഡിലേ വന്നത്, അത് ഇതിനകത്ത് അവരുടെ ജോലി സംബന്ധം, അതൊന്നും ഒരു നല്ല എക്സ്ക്യൂസായിട്ട് ഇനി സുപ്രീം കോടതി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സ്ത്രീക്ക് ഒരു ഇതുപോലെയുള്ള റേപ്പ് കേസ് അതുപോലെ സംഭവം ഉണ്ടായ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ വീട്ടിൽ പറയും, അല്ലെങ്കിൽ പോലീസിൽ പറയും, അല്ലെങ്കിൽ അവിടെ ആ ഏരിയയിൽ പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് കൺവേ ചെയ്യും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ 2016 ശേഷം ഉണ്ടായ സംഭവം ഇപ്പോഴാണ് പറയുന്നത്. ഹേമ കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റി വന്നുകൊണ്ട് ഒന്നുകൂടെ ഞങ്ങൾക്ക് ബലം കൂടുതൽ കിട്ടി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരം പറയുന്നത്. അന്ന് പറയാനുള്ള കാര്യം ഭയപ്പെട്ടിട്ടാണ് പറയാതിരുന്നത് എന്നൊക്കെയുള്ള വാദഗതികൾ പലരും പറയുന്നുണ്ട്. പക്ഷേ പല കേസിന് ഇതിനകത്ത് മാത്രമല്ല, ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു വിധി തന്നെയായിട്ട് കണക്കാക്കേണ്ടി വരും. വളരെ വിശദമായിട്ട് ആ സുപ്രീം കോടതി അതിനകത്ത് പോകും. കാരണം ഈ സെക്ഷൽ മാത്രമല്ല, ഓൾഡായ പല കേസുകളിലും ഇതുപോലെ ഈ കേസിനകത്ത് ഈ ഡിലേയും അതിന് ശേഷമുള്ള അറസ്റ്റും ഒക്കെ അതിനെപ്പറ്റി പൊതുവായ ഒരു സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് വേണ്ടി വരും. കാരണം ഈ കേസോടുകൂടി പ്രത്യേകിച്ച് സിദ്ദിഖിൻ്റെ ഈ കേസോടുകൂടി അതിനൊക്കെ ഉണ്ടാകും. കാരണം ഇപ്പം ബാലേന്ദ്ര മേനോനെതിരായിട്ടും ഇപ്പം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഓൾഡായിട്ടുള്ള കേസുകൾ 2007 ബാലേന്ദ്ര മേനോൻ്റെ, ഏകദേശം 17 വർഷത്തിന് ശേഷമാണ്. അങ്ങനെയൊക്കെയുള്ള ഡിലേ വന്നതുകൊണ്ട് അത് നീതി നടപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി. കാരണം നമുക്കിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയും, സിവിൽ കേസിനാണെങ്കിൽ 10-12 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിന് ആ 12 വർഷത്തിനകം സിവിൽ റെമഡി നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യില്ലെങ്കിൽ അതിനൊക്കെ ചില അഡ്വൈസ് പൊസഷൻ അങ്ങനെയൊക്കെ ഒത്തിരി സിവിൽ മാറ്റർ വരുന്നു. 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കേസ് നിലനിൽക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം ഇത്, അതായത് ഒരു കാര്യം, കാരണം അവരുടെ കയ്യിൽ കിട്ടിയ അന്വേഷണ സംഘത്തിന്റെ കോർട്ടിലായിരുന്നു. കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം 6 ദിവസമാണ്. അപ്പോൾ പല രീതിയിൽ പഴി കേട്ടു ഈ അന്വേഷണ സംഘം. സിദ്ദിഖിനെ സംരക്ഷിക്കുകയാണോ, സിദ്ദിഖിന്റെ വീട്ടിലേക്ക് പല തരത്തിലുള്ള ഒരു അന്വേഷണ പ്രഹസനമാണ് ഈ SIT പ്രത്യേക സംഘം നടത്തിയതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോഴുണ്ടായിരിക്കുന്ന തിരിച്ചടി, ഈ അന്വേഷണ സംഘം തന്നെ സിദ്ദിഖിന് ഒരു ആശ്വാസം ഒരുക്കുന്ന തരത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നോ എന്നൊരു ചോദ്യമടക്കം ഉന്നയിക്കപ്പെടും. കാരണം ആ രീതിയിലുള്ള കൺസേൺസ് ഒരുപാട് ആളുകൾ ഉയർത്തിയതാണ്. ആ നിലയ്ക്ക് ഈ വിധി വരുമ്പോൾ അവർക്ക് കൂടി ഏൽക്കുന്ന പഴി, അവർക്ക് കൂടി ഏൽക്കുന്ന ഇതിന്റെ ഉത്കണ്ഠ, എത്രത്തോളം ഇതിനെ സമീപിച്ചു ഈ കേസിനെ എന്നടക്കം ചോദ്യം ചെയ്യപ്പെടില്ലേ? തീർച്ചയായിട്ടും അതൊക്കെ വരും. കാരണം സിദ്ദിഖിനെ പോലീസ് സഹായിച്ചു എന്നുള്ള വാദഗതിയൊക്കെ വെളിയിൽ വരുന്നുണ്ട്. അതേസമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ, അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അതിനകത്ത് പോലീസ് ഫെയിലിയർ ആയി എന്നുള്ളതാണ്. അതേസമയത്ത് ഒരു വെറ്ററൻ ഇൻവെസ്റ്റിഗേറ്ററുടെ അഭാവം ഈ കേസുകളിലൊക്കെ ഉണ്ട്. കാരണം കോടതി പല നിഗമനങ്ങളിലും നമ്മൾ കാര്യത്തിലും എത്തുമെങ്കിലും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പോകേണ്ടത് ഈ രീതിയിലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇതിനകത്ത് നേരത്തെ വേണമെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള എവിഡൻസ്, ഒരു റേപ്പിന് ഉള്ള എവിഡൻസ്, മെഡിക്കൽ എവിഡൻസ് ഇല്ലാതെ ലഭ്യമല്ല. കാരണം വർഷങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ അതുണ്ടാകത്തില്ല.
പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള ബാക്കി കാര്യങ്ങൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സാഹചര്യ തെളിവുകൾ അടക്കം കോർത്തിണക്കിയാണ് ഈ അന്വേഷണ സംഘം സമീപിക്കുന്നത്. നോക്കൂ, അവിടെ ഈ അതിജീവിതയെ കൊണ്ടുപോയി തെളിവെടുക്കുന്നു. ഇത്തരം കേസുകളിൽ, കാരണം ഇത്രയും കാലതാമസം ഉണ്ടായിട്ടുള്ള കേസുകളിൽ ആ പരിധിയിൽ വെച്ച് ഏറ്റവും കൂടുതലായി തെളിവുകൾ കിട്ടിയ ഒരു കേസാണിത്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സ്ട്രോങ് ആണ്. അതേസമയത്ത് ഒഫൻസിലോട്ട് വരുമ്പോഴാണ് പ്രശ്നങ്ങളാകുന്നത്. എന്തുകൊണ്ട് നേരത്തെ പോലീസ് ഇദ്ദേഹത്തിനെ ഒരു നോട്ടീസ് കൊടുത്ത് അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ഒന്ന് ചോദ്യം ചെയ്തിട്ട് വിടാത്തത്? അദ്ദേഹത്തിൻ്റെ അത് ചെയ്തില്ലല്ലോ. നമ്മളിപ്പോൾ അറസ്റ്റിലേക്ക് അങ്ങ് നീങ്ങുകയല്ലേ പെട്ടെന്ന് അങ്ങോട്ട്, അതല്ലല്ലോ. നേരത്തെ വിളിക്കായിരുന്നല്ലോ. അത് ഡിലേ ആയ ഒരു കേസാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടെ കേൾക്കാമായിരുന്നല്ലോ. അതേസമയത്ത് മുകേഷിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടു, ജില്ലാ കോടതി ജാമ്യം കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അവരുടെ ഭാഗം കൂടെ കേട്ടു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്തുകൊണ്ട് പോലീസ് നേരത്തെ അദ്ദേഹത്തിനെ വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്തുകൂടാ? അത് ചെയ്തില്ല. അപ്പോൾ അത് തന്നെയല്ല, നമുക്ക് ഇതിനകത്ത് കാര്യം ഒരു കേസിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സ്ട്രോങ് ആണെങ്കിലും ശരി, ആക്ഷന് ഇതിനകത്ത് ആ സെക്ഷൽ ഇൻ്റർകോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യത്തെപ്പറ്റി മെഡിക്കൽ എവിഡൻസും ഇല്ല, അത് കണ്ടവരുമില്ല, അത് കാണാനൊട്ട് കഴിയത്തുമില്ല. ആ മുറിക്കകത്ത് നടന്ന രണ്ട് കൂട്ടരും അല്ലെങ്കിൽ വാദി പറയുന്നത് തന്നെ റേപ്പ് ചെയ്തെന്നും അത് റിലേ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിരുന്നെങ്കിൽ അത് കൺവേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പ്രശ്നമാണ്. അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി ആ ഭാഗത്ത് കയറി പിടിച്ചിരിക്കുന്നത്. കാരണം അത് ഡിലേ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പോലീസ് എക്സ്പ്ലെയിൻ ചെയ്യണം, പ്രോസിക്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ് ഇതിനകത്ത്. രണ്ടാമത്, ഈ മെഡിക്കൽ എവിഡൻസിൻ്റെ അഭാവം ഇതിനകത്ത് ഒരു വളരെ വൈറ്റലായ കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു വയലൻസ് യൂസ് ചെയ്തൊരു സെക്ഷൻ ഇതാണെങ്കിൽ മെഡിക്കൽ എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ അത് മെഡിക്കൽ എവിഡൻസിൻ്റെ അഭാവം വന്നു കഴിഞ്ഞു. പിന്നെ ആ കുട്ടിയുടെ മൊഴി മാത്രമേ ഉള്ളൂ എവിഡൻഷറി വാല്യൂ ഉള്ളൂ. ബാക്കി എല്ലാം ശരിയാണ്. വളരെ പ്രാധാന്യത്തോടെയൊക്കെ പ്രാഥമികമായി തന്നെ സുപ്രീം കോടതി അത് തന്നെ പരിഗണിച്ചിരിക്കുക. രാഹുൽ, ഞാൻ അങ്ങയിലേക്ക് വരാം. രാഹുലിന് ഒരു ചെറിയ എറർ ഈ കണക്ഷനിലുള്ളതുകൊണ്ടാണ്. ശ്രീ റജി ലൂക്കോസ്, സർക്കാരിനെ സംബന്ധിച്ചോളം, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം കനത്ത തിരിച്ചടിയാണ്. കാരണം ഒരു ഇന്ററിംഗ് ആശ്വാസം പോലും ഈ കേസിൽ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ആ സാഹചര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് ഒളിച്ചുകളി നടത്തുകയായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഈ കേസിന്റെ സൂക്ഷ്മതയെ എങ്ങനെയാണ് ഈ ഉത്തരവ്, ഇടക്കാല ഇന്ററിംഗ് ഒരു റിലീഫ് ആശ്വാസം കിട്ടുമ്പോൾ താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല പ്രതീക്ഷ, ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ കർശനമായ നിലപാടും പിന്നെ സർക്കാർ അഭിഭാഷകര് പിന്നെ ഹൈക്കോടതിയിലെ ഇവരുടെ ബാധ്യതകളും പരിഗണിച്ചാണ് ഹൈക്കോടതി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. എന്നാൽ സുപ്രീം കോടതി ചെയ്തത് എന്താണ്? സുപ്രീം കോടതി ഇതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് കർശനമായ നിലപാട് സ്വീകരിച്ചു. മുതിർന്ന IPS ഉദ്യോഗസ്ഥ തന്നെ അവിടെ ഡൽഹിയിലെത്തിയ അഭിഭാഷകരെ പിന്നെ കാര്യങ്ങൾ സംസാരിച്ചു. ഏറ്റവും മുതിർന്ന വനിതാ അഭിഭാഷകർ അതിനകത്ത് ഹാജരായപ്പോഴും സുപ്രീം കോടതിക്ക് പ്രൈമാ ഫേസിൽ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ. വാദങ്ങൾ എങ്ങനെ നിർത്തിയാലും വാദങ്ങൾക്ക് ദീർഘമായ സമയം കിട്ടിയില്ലെന്നൊന്നും പ്രസക്തമല്ല. പരമോന്നത കോടതി ജാമ്യം കൊടുത്ത സ്ഥിതിക്ക് പിന്നെ നമ്മുടെ ഈ വാദഗതിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? തന്നെയുമല്ല, അത് അദ്ദേഹം ഉയർത്തിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ അന്വേഷണ സംഘവും ആ വഴിക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഈ അന്വേഷണ സംഘവും കാത്തിരുന്നത് ഇതിനായിരുന്നു. അവരെ സംബന്ധിച്ചോളം അവര് കാത്തിരുന്നത് ഇതിനായിരുന്നു ഒരു പക്ഷേ. അല്ല, നമ്മളിനി അത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പല ചർച്ചകളിലും മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ, ഹൈക്കോടതി നിഷേധിച്ചപ്പോൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടെടുത്ത ഒരാളാണ്. കാരണം നമ്മുടെ കോടതി വിധിയെ മാനിച്ചിട്ട് ഒരാൾക്ക്, പ്രത്യേകിച്ച് ഉത്തരവാദിത്വബോധമുള്ള ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രയൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ, വിധിയിൽ മാത്രമേ അത് പരിഗണിക്കത്തുള്ളൂ. ഒരാൾക്ക് ജാമ്യം നിഷേധിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതിന് പരമോന്നത കോടതി അദ്ദേഹത്തിന് ജാമ്യം താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് അനുവദിച്ചിരുന്ന ഒരു കാര്യം വളരെ വ്യക്തമായി. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീഴ്ച അവിടെ ഉണ്ടായിട്ടില്ല. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തടസ്സഹർജി പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഈ ഇരയുടെ തടസ്സഹർജി പോലും പരിഗണിച്ചില്ല. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കോടതിക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ അഭിഭാഷകര് മുകുൾ റോത്തക്ക് ഉന്നയിച്ച 2-3 വാദഗതികൾ എനിക്കും അതിനോട് താല്പര്യം തോന്നി. കാരണം വളരെ ബുദ്ധിപൂർവമായ വാദഗതി ഉയർത്തി. ഒന്ന്, ഇതിന്റെ ഡിലേ, ഇതിന് പരാതി കൊടുക്കേണ്ട ഡിലേ, മറ്റുള്ളവർക്ക് പിന്നെ മറ്റു അദ്ദേഹത്തിനോടുള്ള ശത്രുത, കൂടാതെ കൊണ്ട് തന്നെ അദ്ദേഹം സിദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമായിട്ട് ജാമ്യം നിഷേധിച്ച് അനീതി കാണിക്കാൻ പാടില്ല എന്നൊക്കെ പരിഗണിച്ച് സുപ്രീം കോടതി തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കിട്ടിയതുകൊണ്ടായിരിക്കാം അത് പ്രഥമ ദൃഷ്ടിയാല് പ്രീമാ ഫേസിൽ ബോധ്യപ്പെട്ടവനാണല്ലോ പരമോന്നത കോടതി ജാമ്യം കൊടുത്തത്. ഇനി അതിന് സംസ്ഥാന സർക്കാരിനെ പോലീസിനെ പഴി പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇനി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലും ഈ വിധിക്ക് മാറ്റം ഉണ്ടാകത്തില്ല, ഇങ്ങനെ തന്നെ വരത്തുള്ളൂ.
അത് യാതൊരു തർക്കമില്ല കാര്യം. ഇനി സംസ്ഥാന സർക്കാരും എന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടല് ഈ കേസ് ഇനി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും പിന്നെ സിദ്ദിഖിന്റെ ജാമ്യം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയില്ല. ഏതാണ്ട് 1.5 മാസക്കാലത്തോളം സുപ്രീം കോടതി അവധിയാണ്, എമർജൻസി കേസുകൾ മാത്രമേ പരിഗണിക്കത്തുള്ളൂ. രണ്ടാമത്തത് ഇദ്ദേഹത്തിന് ജാമ്യം മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് ഇതിന് മുമ്പുള്ള വിധികളൊക്കെ നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ എനിക്ക് വേറൊരു ഉദാഹരണം പറയാനുണ്ട്. ഞാനത് എല്ലാ ചർച്ചകളിലും എടുത്ത നിലപാടാണ്. നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു നടൻ നിവിൻ പോളിക്കെതിരെ മണിക്കൂറുകൾ മാത്രം ആയുസ്സുള്ള ഒരു കടുത്ത ആരോപണമായിട്ട് ഒരു ആരോപിത രംഗത്ത് വന്നു. അദ്ദേഹത്തിനെ കേരളം പൊതുസമൂഹം സംശയിച്ചു. പക്ഷെ അദ്ദേഹം നിരപരാധിയാണെന്നുള്ള പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞു കഴിഞ്ഞു. എന്താ പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞത്? ഈ പറയുന്ന ആരോപിതം ഉന്നയിച്ച സമയത്ത് അദ്ദേഹം തിരുവനന്തപുരം കൊച്ചിയിൽ ഉണ്ടായിരുന്നുള്ളവരും സാക്ഷിയും എവിഡൻസും സഹിതം പുറത്തു വന്നു. അപ്പൊ അവർ പറഞ്ഞത് എന്താ? ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞുകൊണ്ട് സംഭവിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിരപരാധികളെ കൊടുക്കുന്ന സംഭവത്തിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, സിനിമയെ കുറിച്ചോളം അഡമന്റായിട്ട് അന്ധമായിട്ട് സിനിമാ ഫീൽഡ് മുഴുവനും കുറ്റവാളികൾ നിറഞ്ഞവരാണെന്ന്, ലൈംഗിക പീഡനക്കാരാണെന്നൊക്കെ പറഞ്ഞാലും ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അതിനകത്ത് നല്ല ചെറുപ്പക്കാരും നല്ല യുവതികളും ഈ സിനിമയോടുള്ള പാഷൻ കൊണ്ട്, കലയോടുള്ള പാഷനും കൊണ്ട് വന്ന് പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. അത് ചെറിയൊരു അംശമായിരിക്കും തെറ്റ് ചെയ്തിരിക്കുക, അവരെ ശിക്ഷിക്കുകയും ചെയ്യണം. അപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരം കേസുകളിൽ എന്തായിരിക്കാം ഇനി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ വന്നിട്ടുള്ള ഒരുപാട് മൊഴികൾ, അതിൻ്റെയൊക്കെ തന്നെ ഭാവി സംബന്ധിച്ചൊക്കെ ഒരു പക്ഷേ ഇരുത്തി ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ കൂടി ഒരുക്കുകയാണോ സുപ്രീം കോടതി എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരും. ശ്രീ രാഹുൽ ഈശ്വർ, കാരണം ഈ കാലതാമസം എന്നത് കോടതി അത് ആ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സമാനമായ കേസുകളെയൊക്കെ തന്നെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അത് തുടർച്ചയെന്ന വണ്ണമാണ് പല കേസുകളും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ ശ്രീ പ്രജീഷ്, 3 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഹേമ കമ്മിറ്റിയിൽ വന്ന 53 മൊഴികളിൽ 20 എണ്ണം മാത്രമേ പോലീസ് അന്വേഷിക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം ബാക്കി 33 എണ്ണം സീരിയസ് അല്ലാത്തതാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റി ഉള്ളതല്ല എന്നുകൂടിയാണ്, അല്ലെങ്കിൽ ഫേക്ക് എന്ന് പോലും പറയാൻ കഴിയുന്നതാണ്. ഓർക്കുക, പോലീസ് 53-ൽ 20 മാത്രമേ അന്വേഷണ യോഗ്യമായിട്ടെങ്കിലും എടുത്തിട്ടുള്ളൂ. അവരും കുറ്റക്കാരാണെന്നല്ല, അന്വേഷണ യോഗ്യമായിട്ട് എടുത്തിട്ടുള്ളൂ. 1. 2, ശ്രീമതി ശാരദ പറയുകയുണ്ടായി, ഹേമ കമ്മിറ്റിയിലെ ശാരദ പറയുകയുണ്ടായി, ഹേമ കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്ന പലരും വെറും ഷോ ആണ്, പ്രകടനമാണ്, പറയുന്നത് ഒരു സ്ത്രീയാണ്, ഹേമ കമ്മിറ്റിയിൽ ഔദ്യോഗികമായിട്ടിരുന്ന വ്യക്തിയാണ്. 3, എത്ര വ്യാജ പരാതി കണ്ടു. ശ്രീ റെജി ലൂക്കോസ് അടക്കം ചൂണ്ടിക്കാണിച്ചു. നിവിൻ പോളിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. മുകേഷിന് ഉമ്മ അയക്കുന്ന 1 ലക്ഷം രൂപ ചോദിക്കുന്ന വ്യക്തിയാണ് 7-8 പേർക്കെതിരെ വേറെ പരാതി പറഞ്ഞിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ പറഞ്ഞ വ്യക്തി 14 പേർക്കെതിരെ വേറെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ 13 പേർക്കെതിരെ പരാതി ഇല്ലാത്ത എന്താ? സിദ്ദിഖിനെതിരെ പറഞ്ഞാൽ 14 പേർക്കെതിരെ, സിദ്ദിഖ് ഉൾപ്പെടെ 14 പേർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വം സിദ്ദിഖിനെ കരിവാരത്തേക്കാനും കൊടുക്കാനും ശ്രമിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് ഈ നാട്ടുകാരെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം റിസ്കിലാണ്. നമ്മളോട് വ്യക്തിവിരോധം തീർക്കാനോ നമ്മുടെ താഴെ വർക്ക് ചെയ്തിരുന്നവരോ നമ്മളെ കരിവാരത്തേക്കാനോ ചുമ്മാ വന്ന് ഈ കാര്യങ്ങൾ പറയാം. കൊച്ചിയിലുള്ള നിവിൻ പോളി ദുബായിലെത്തി പീഡിപ്പിച്ചു എന്ന് പറയുകയും അതിനുശേഷം ഉറക്കപ്പിച്ച് കാരണം ഡേറ്റ് മാറിപ്പോയെന്നും പറഞ്ഞ ആൾക്കാരാണ്. നാളെ ഈ അവസ്ഥ നമുക്ക് ഈ നാട്ടിലെ ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ നാട്ടിലെ പുരുഷന്മാർക്ക് ജീവിക്കണ്ടേ? ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രം മതിയോ? ഈ നിരപരാധികളായ എത്ര പുരുഷന്മാരെയാണ് കരിവാരത്തേക്കുന്നത്? അവർക്കവരുടെ ജീവിതം പ്രധാനമല്ലേ? 2015-ൽ തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് 2012-ൽ തന്നെ പീഡിപ്പിച്ചു എന്നാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതി. എങ്ങനെയാണ് ഹോട്ടൽ തുടങ്ങുന്നതിന് 3 വർഷം മുമ്പ് പീഡനം ഉണ്ടാകുക? അങ്ങനെ ഒരു ഹോട്ടൽ അപ്പോഴില്ല. എത്ര വ്യാജ പരാതികളാണ് വരുന്നത്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ അതിജീവിതയെ ചോദ്യം ചെയ്യുന്നത്. ഇവരാരും അതിജീവിതകളല്ല, പരാതിക്കാരാണ്. കോടതി വിധി വന്നാൽ മാത്രമല്ലേ ഇവർ അതിജീവിതകളാകൂ. കോടതി വിധി വന്നാൽ നിങ്ങൾ സിദ്ദിഖിനെ വേട്ടക്കാരെന്ന് വിളിച്ചോളൂ. പക്ഷെ കോടതി വിധി വരുന്നത് വരെ സിദ്ദിഖ് ആരോപിതനും മറുഭാഗത്ത് നിൽക്കുന്ന ആൾ പരാതിക്കാരിയുമാണ്. ഈ സോക്കോൾഡ് അതിജീവിത നിങ്ങൾ വിളിച്ച വ്യക്തിയല്ലേ ഈ പരാതിക്കാരി. ഇവർക്കെതിരെ 30 പെൺകുട്ടികളാണ് കേസ് കൊടുത്തത്. അശ്ലീല വീഡിയോ എടുത്തതിന്, ആൺകുട്ടികളോട് അശ്ലീലമായി പെരുമാറി അവരോടൊപ്പം താമസിച്ചതിന്. ചൈന എന്നൊരു രാജ്യം ഔദ്യോഗികമായി കണ്ടെത്തി ഈ വ്യക്തിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഏത് വർഷം? 2016-ൽ. സിദ്ദിഖിനെതിരെ ആരോപണമുണ്ടായ അതേ വർഷം 2016 മെയ് ജൂൺ സമയങ്ങളിൽ ഈ സോക്കോൾഡ് അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. അശ്ലീല വീഡിയോ, കൂടെയുള്ള പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോ എടുത്ത് ബാക്കിയുള്ളവർ കൊടുത്തതിന്. ആ വ്യക്തിയാണോ നിങ്ങൾ ഈ സിമ്പതി വൽക്കരിച്ച് അവൾക്ക് മാനസികമായ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്? അതായത് ഇത്ര ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. സിദ്ദിഖിനെതിരെ പെറ്റി കേസ് പോലും ഇല്ല. സിദ്ദിഖിന് അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ മരണം നടന്ന വീടാണ്. സിദ്ദിഖിന്റെ ഫാമിലിയുടെ അവരുടെ ഇത് നമുക്കറിയാം. സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു. ആരെ കാണിക്കാനാണ്?
ദൈവത്തെ ഓർത്തൊരു ബാലൻസ് രാഹുൽ ഈശ്വർ, ഉണ്ടാകണം. നമുക്ക് രണ്ടാഴ്ച കൂടി കാത്തിരിക്കാം. എന്തായിരിക്കും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും, ഒരു ക്ലാരിറ്റി എന്തായാലും വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ജോർജ് ജോസഫ്, സർക്കാരിനെ സംബന്ധിച്ചോളം ഇനിയുള്ള വഴി എന്താണ്? അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം അവരെ തീർച്ചയായിട്ടും ഇനി ചോദ്യം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം. കാരണം സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്, ഇനി അപ്പുറത്തോട്ട് ഇനി പോകാനില്ല. അത് അറസ്റ്റ് വിലക്കിയിട്ടുണ്ട് 2 ആഴ്ചത്തിന്, അതിന് ശേഷം പരിഹരിക്കാമെന്നാണ് പറഞ്ഞത്. അതുപോലെ ക്ഷമയോടെ ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം അനാവശ്യമായിട്ട് ഇനി അറസ്റ്റ് ചെയ്യാനും പുറകെ പോയി കഴിഞ്ഞാൽ കോട്ടലക്ഷ്യത്തിലോട്ട് വരും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്ര ചൂടും ഒന്നും ഇപ്പം ഇനി കാണിക്കണ്ട. കാരണം ഈ ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിലൊരു തീരുമാനം സുപ്രീം കോടതി ഇനി ഉണ്ടാകണം. ഈ ഡിലേ ദിലീപിൻ്റെ കേസിലൊക്കെ അപ്പം തന്നെ കേസെടുക്കുകയൊക്കെ ചെയ്തു, അപ്പം ഡിലേ ഇല്ല അതിനകത്ത്. ഇവിടെ ഡിലേ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് സുപ്രീം കോടതി പല കേസിലും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വാദഗതി അവിടുത്തെ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ്സ് എല്ലാം ഉയർത്തുന്നതാണ് കൂടെ. പക്ഷേ അതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു വെർഡിക്റ്റ് ഇന്ന് വരെ വന്നിട്ടില്ല. അത് ഈ കേസോടുകൂടി അത് വരും. കാരണം ഇത് 8 വർഷം പഴക്കമുണ്ട് ഈ സംഭവത്തിന് ശേഷം. അതിനുശേഷം ഒരു കോഗ്നിസൻസ് എടുക്കാൻ പറ്റുമോ? കാരണം അത് 8 വർഷം 10 വർഷം കഴിഞ്ഞ ഒരു മർഡർ ആണെങ്കിലും ശരി, മർഡറായിട്ട് തന്നെ പോകും. ഒഫൻസായിട്ട് നിലനിൽക്കും. എങ്കിലും ഇങ്ങനെയുള്ള ഒരു കേസിനകത്ത് ആൾ സർവൈവ് ചെയ്യുന്നുണ്ട്, വാദിഭാഗം, അത് പ്രതിഭാഗവും ഉണ്ട്. എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ഇതിനകത്തൊരു 4 വർഷം നമുക്ക് കുറയ്ക്കാം. കാരണം 4-5 വർഷത്തിന് നമുക്ക് ഹേമ കമ്മിറ്റി വന്ന ആ ധൈര്യം കൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പല കേസിനകത്തും അവരൊക്കെ ഇപ്പം കുടുംബജീവിതം നയിക്കുന്നവരാണ്. പലർക്കും അത് തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. വളരെ വിശദമായ ഒരു വാദഗതി ഇരുഭാഗത്തും സുപ്രീം കോടതി കേസിനകത്ത് കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 ആഴ്ച കൊണ്ടൊന്നും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. കാരണം ഈ കേസിൻ്റെ ഫർദറായിട്ടുള്ള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തിന് പോലീസ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷണവുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിളിച്ചു വരുത്താൻ നോട്ടീസ് കൊടുക്കാം. ഈ 2 ആഴ്ചക്കകം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 2 ആഴ്ച കഴിഞ്ഞ ശേഷം സുപ്രീം കോടതി എന്താ പറയുന്നതെന്ന് അറിയട്ടെ. കാരണം കോടതി ഈ കേസുകൾ മുഴുവൻ പഠിച്ചിട്ടില്ല. അല്ലാതെ താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് ഒരു ജാമ്യം കൊടുത്ത് അല്ലെങ്കിൽ 2 ആഴ്ചത്തേന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. ആ ടൈമിൽ ഹറാസ്മെൻറ്റ് എന്തെങ്കിലും വന്നെന്ന് തോന്നിയാൽ അതും പ്രശ്നമാവും. അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ കേസിൻ്റെ 2 ആഴ്ച കൊണ്ടൊന്നും അതിൽ 1 മാസമെങ്കിലും എടുത്തു കഴിഞ്ഞ ശേഷമായി ഇതേപ്പറ്റി ഒരു വിശദമായ കോടതിക്ക് സമയം ലഭിക്കണ്ടേ? സുപ്രീം കോടതിയിൽ എത്ര സ്റ്റേറ്റിൻ്റെ കേസുകളാണ് അവിടെ വരുന്നത്. അപ്പം ആ ടൈം കണക്കാക്കി വലിയ വാദഗതി 1-2 മണിക്കൂർ ഇതിനകത്ത് ചിലവാക്കത്തക്ക രീതിയിലുള്ള വാദഗതി ഇതിനകത്ത് തീർച്ചയായിട്ടും വരും. കാരണം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലെയുള്ള കേസുകൾ ഈ ഡിലേ ഒരു വല്ലാത്തൊരു ഫാക്ടറാണ്. അത് ഓവർകം ചെയ്യാൻ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് താഴെക്കടയിലുള്ള കോടതികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം രാഹുൽ ഈശ്വർ, വളരെയധികം നന്ദി. എന്തായാലും സിദ്ദീഖിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്നും ലഭ്യമായിരിക്കുന്നത്.